തന്നെയാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ശ്രീ തോമസ് ആണ്. ഇന്നലെ പോലീസിന്റെ മർദ്ദനമേറ്റ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റ ആളുകളിൽ ഒരാളാണ് തോമസ്. ആശുപത്രിയിലാണോ ഇപ്പോഴുള്ളത്? ഇന്നലെ എങ്ങനെയൊക്കെയാണ് പരിക്കേറ്റത്? ഞങ്ങളിപ്പോ നിലവില് ഹോസ്പിറ്റലിലല്ല. ഇന്നലെ ഹോസ്പിറ്റലിലും DYFI CPM പ്രവർത്തകരെ സംഘടിച്ചെത്തിയതിനെ തുടർന്ന് നിർബന്ധിതമായി ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. ഇന്ന് രാവിലെ വീണ്ടും ഏതെങ്കിലും ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്നുള്ള ഡോക്ടറിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവില് വീട്ടിലാണ്. ഇന്നലെയും DYFIയുടെയും CPMന്റെയും SFIയുടെയും ഒക്കെ ഒരു വലിയ ഗുണ്ടാ സംഘം ഹോസ്പിറ്റലിൽ സംഘടിച്ചത് കൊണ്ടാണ് ഞങ്ങളോട് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഡോക്ടർമാരാണ് ആവശ്യപ്പെട്ടെ? അതെ, അവിടെ ഡോക്ടർമാരും അവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാറണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങള് ഡിസ്ചാർജ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ പോലീസിന്റെയും നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചാണ് ഞങ്ങൾ അങ്ങനെ അതിന് തയ്യാറായത്. അപ്പോൾ ഇന്ന് വീണ്ടും രാവിലെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. കാര്യം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട്. തോമസിന് എവിടെയാ പരിക്ക്? തലയ്ക്കും പിന്നെ കൈക്കും പരിക്കുണ്ട്. ഏറ്റ പരിക്കാണല്ലേ? അതെ അതെ, ഞങ്ങള് വളരെ സമാധാനപരമായി കരിങ്കൊടി പ്രതിഷേധത്തിലായിരുന്നു. നിങ്ങളുടെ കയ്യിൽ കരിങ്കൊടി ഉണ്ടായിരുന്നോ? ഞങ്ങളിൽ കരിങ്കൊടി ഉണ്ടായിരുന്നു. അത് പിടിച്ചു വാങ്ങിയതാണ്. ഞങ്ങള് വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ പിടിച്ചു മാറ്റിയതാണ്. നമ്മളുടെ ഈ കയ്യിൽ കിട്ടിയ ദൃശ്യങ്ങൾക്ക് മുൻപ് തന്നെ കരിങ്കൊടി പോലീസ് മാറ്റി? പോലീസാണ് ഞങ്ങളെ കയ്യിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ദൃശ്യങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് കൃത്യമായി ഓർക്കുന്നില്ല. കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചവരെ മർദ്ദിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അതില് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു. വളരെ സമാധാനപരമായാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ലോക്കൽ പോലീസ് ഞങ്ങളെ അവിടെ ക്ലിയർ ചെയ്തു. ഞങ്ങൾ പോലീസുമായിട്ട് സഹകരിച്ച് മാറിക്കൊടുക്കുകയും ചെയ്തു. അതൊന്നും ഈ ദൃശ്യങ്ങളിൽ വരുന്നതിന് മുൻപുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്? അതെ അതെ അതെ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കരിങ്കൊടി പോലീസ് വാങ്ങി? അതെ 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 അതെ. അതിനുശേഷം പിന്നീടും നിങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചോ? ഇല്ല, ഞങ്ങള് പിന്നെ ഞങ്ങൾ ആ വണ്ടിയുടെ അടുത്ത് വന്ന് വളരെ സമാധാനപരമായി സമരം ഞങ്ങളെ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ തന്നെ പോലീസ് ഞങ്ങളെ പിടിച്ചു മാറ്റി ലാത്തി ഉപയോഗിച്ച് ഞങ്ങളെ ലോക്ക് ചെയ്ത് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് തലയ്ക്കടിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജോൽ കുര്യാക്കോസിനും ഇതുപോലെ തന്നെ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് മർദ്ദനം ഏൽക്കുന്നത്. തിരിഞ്ഞ് ഉള്ള അടിയിൽ ഞങ്ങൾ വീണതിന് ശേഷം തലയിൽ 3 പ്രാവശ്യം ലാത്തിക്ക് അടിച്ചു. തലയിൽ സ്റ്റിച്ച് ഉണ്ട്, ഒരുപാട് രക്തം പോയി, കൈക്ക് ഫ്രാക്ചർ ഉണ്ട്. അജയ് ജോൽ കുര്യാക്കോസിന്റെ കൈക്ക് ഒടിവുണ്ട്. നിങ്ങൾ രണ്ടുപേരെയാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇന്നലെ എത്ര പേരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്? ആശുപത്രിയിൽ പ്രധാനമായി ആദ്യം ചികിത്സ തേടിയത് ഞങ്ങൾ 2 പേരാണ്. ആദ്യം നടന്ന പ്രതിഷേധത്തിൽ നിന്ന്. രണ്ടാമത് കൈതവനയിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിൽ നിന്ന് 3ഓളം KSU കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക് സംഭവിച്ചു. ചിലരുടെ കൈവിരലിന് ഒരു ഒടിവുണ്ടായിരുന്നു. പിന്നെ ലാത്തിയടിയേറ്റതിന്റെ ചതവും പിന്നെ DYFIയുമായിട്ടുണ്ടായ സംഘർഷത്തിലെ പരിക്കുകളും ഉണ്ടായിരുന്നു. ഞങ്ങള് സമാധാനപരമായി സമരം ചെയ്ത് മാറിയതിനു ശേഷം ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ജീവൻ രക്ഷാസേന അവരുടെ അംഗരക്ഷകരാണ് പുറത്തിറങ്ങി യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ഞങ്ങളെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തിയത്. അത് പേര് വിളിച്ചാണ് എന്നെ ഉൾപ്പെടെ ആക്രമിക്കുന്നത്. വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയാണ് അവരത് ചെയ്തത്. ഞങ്ങൾ വളരെ മാന്യമായാണ് സമരം ചെയ്ത് അവിടെ നിന്ന് മാറിയത്. നിങ്ങൾക്കെതിരെ കേസെടുത്തോ? കേസെടുത്തു. എന്തൊക്കെ വകുപ്പുകൾ അതൊക്കെ അറിഞ്ഞോ? ഇല്ല, അത് ഒന്നും പറഞ്ഞില്ല. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെ നന്ദി തോമസ്, ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകനാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് അവരെ പിടിച്ചു മാറ്റിയതിനു ശേഷമാണ് ഈ ക്രൂരമായ മർദ്ദനം ഉണ്ടായത് എന്നതാണ് വിശദീകരിച്ചത്.